അരിഷ്ടം കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയിൽ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഹലോ, ഐ ആം മേഘ ഏഞ്ചൽ വിവി, ഡയറ്റീഷ്യൻ. അരിഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആയുർവേദിക് ടോണിക്കാണ് ഈ അരിഷ്ടം എന്ന് പറയുന്നത്. ഈ ആയുർവേദ ടോണിക്കിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ആയുർവേദം എന്താ എന്നൊന്ന് നോക്കാം. ഒരു മെഡിക്കൽ ബ്രാഞ്ചാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ, അതായത് വേദകാലത്ത് നമ്മൾക്കിടയിൽ പ്രബലമായിട്ടുണ്ടായിരുന്ന ഒരു രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മോഡാണത്. ഇത് കേരളത്തിൽ ഇത്രയും പ്രബലമായിട്ട് നിൽക്കാനുള്ള കാരണം തന്നെ നമ്മുടെ ഒരു ഭൂപ്രകൃതിയാണ്. നോർമലായിട്ടുള്ള എല്ലാ സസ്യങ്ങളും നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് ഭയങ്കര ഫേമസ് ആണ്, പോപ്പുലറുമാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് ടു സിനിമയിലോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്. ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും അരിഷ്ടം കഴിക്കുന്ന ഒരാൾ. ഈ പുള്ളിയാണെങ്കിൽ സ്വന്തം മകൻ്റെ ഒരു ദുശീലം മാറ്റാൻ പോലും പുള്ളിക്കാരൻ തിരഞ്ഞെടുക്കുന്ന മാർഗം എന്ന് പറയുന്നത് എന്താണ്? അരിഷ്ടമാണ്. അപ്പോൾ അരിഷ്ടത്തിനെ അത്രത്തോളം പ്രിയപ്പെട്ടതാക്കുന്ന ഒരു മനുഷ്യനാണ് അതിലൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അവസാനം പുള്ളി മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വേറൊരു ക്യാരക്ടർ പറയുന്നുണ്ട്, അരിഷ്ടം കഴിച്ചത് കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന്. അപ്പോൾ ഇതിനെ നമുക്ക് സയൻറ്റിഫിക്കലായിട്ട് എങ്ങനെ നോക്കാം, എന്താണ് ഇതിനുള്ള കാരണം എന്നൊന്ന് നമുക്കൊന്ന് ഒരു ഡയറ്റീഷ്യൻ പെർസ്പെക്റ്റീവിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം 4 കാറ്റഗറി ആയിട്ട് നമുക്ക് എടുക്കാം ഇതിനുള്ള കാരണത്തെ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അത് ഓവർ ഡോസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ റോങ് ഡോസേജ്. അതായത് ഒരു മരുന്നിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡോസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ അലോപ്പതി എടുത്ത് നോക്കിയാലും ആയുർവേദം എടുത്ത് നോക്കിയാലും ഹോമിയോ എടുത്ത് നോക്കിയാലും ഒരു പ്രത്യേക പ്രായപരിധി അല്ലെങ്കിൽ അയാളുടെ ശരീരഘടന അതനുസരിച്ചിട്ടൊക്കെ ഡോസേജിൽ മാറ്റം വരും. ഒരു വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുന്ന പാരസെറ്റമോളിൻ്റെ അളവല്ലല്ലോ നമുക്ക് 20 വയസ്സുള്ള ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പം ഓരോ അളവ് വ്യത്യാസമായിരിക്കും. ആ അളവനുസരിച്ച് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. അപ്പം അങ്ങനെ ഒരു മെഡിസിൻ അറിയാമല്ലോ, അളവിന് തന്നെ എടുക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖമുണ്ട്. അതായത് ഷുഗറോ പ്രഷറോ എന്നത് കൊണ്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അയാൾക്ക് ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ ലിവർ ഡിസീസ് എന്തെങ്കിലും കാണും. അപ്പം ആൾക്ക് എന്തെങ്കിലും ഒരു അസുഖം മുന്നേ ഉണ്ടായിരുന്നിരിക്കാം, ഇത് ഒരിക്കലും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസിനെ അയാൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം. ഒരു ഡോക്ടറിനെ കാണിച്ച് നമ്മളിത് കൺസൾട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്കുള്ള സിംറ്റംസോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അത് ഡോക്ടറിനോട് പറഞ്ഞാൽ മാത്രമേ ഡോക്ടറിന് അറിയത്തുള്ളൂ. അപ്പം ചിലപ്പോൾ പുള്ളിക്കുണ്ടായിരുന്ന അസുഖങ്ങൾ ഒരിക്കലും പുള്ളി പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ സെൽഫ് മെഡിക്കേഷൻ ആയിരിക്കും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടാവുക. അതായത് ഡോക്ടറിനെ കാണുന്നില്ല, പുള്ളിക്കാരൻ പണ്ടെപ്പോഴോ ഈ അരിഷ്ടം കഴിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഡോക്ടറിനെ കാണാതെ പുള്ളിക്കാരൻ സ്വന്തമായി ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഈ മെഡിസിൻ നല്ലതാണ്, ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ അസുഖങ്ങൾക്കും ഇത് മതി എന്നൊരു തോന്നൽ പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ അരിഷ്ടം കഴിച്ചിട്ടുണ്ടാവാം. പുള്ളിയുടെ പ്രസൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ അരിഷ്ടം നന്നായിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ എന്ത് പറ്റി, പുള്ളിക്ക് ചിലപ്പോൾ അതുകൊണ്ടാവാം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്സിങ്ങോ അല്ലെങ്കിൽ മോഡേൺ മെഡിക്കേഷൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവണം. മിക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില മെഡിസിൻസ് നമ്മൾ മിക്സ് ചെയ്തിട്ടല്ലേ കഴിക്കാറ്. ആയുർവേദിക് മെഡിസിൻസ്, ഹോമിയോ മെഡിസിൻസ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കാറില്ലേ. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ കൂട്ടി മരുന്ന് കഴിക്കുന്നുണ്ടാവാം. ഇപ്പോൾ ഒരു അലോപ്പതിക് മെഡിസിൻ, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അലോപ്പതിക് മെഡിസിൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അസിട്രോം എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. ഈ അസിട്രോം ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇലക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗുളികയിലുള്ള കണ്ടൻറ്റ് നമ്മുടെ ഫുഡുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യും. ഇങ്ങനെ ഇൻ്ററാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള കാരണം വരും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് വരാം. ഈ ഇദ്ദേഹം വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ അരിഷ്ടത്തിലുള്ള കണ്ടൻറ്റുമായിട്ട് ചിലപ്പോൾ ചേർന്ന് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ടും പിന്നീട് ഫ്യൂച്ചർ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് മരണകാരണം ആകാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു 4 കാറ്റഗറൈസേഷനായിട്ട് നമുക്ക് ഇയാളുടെ കാരണങ്ങളെ നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഴമക്കാർ പറയുന്ന പോലെ അമിതമായാൽ അമൃതം വിഷമാണെന്ന് പറയത്തില്ലേ, അത് കണക്ക് ഒരു നല്ല ഡോക്ടറിനെ കണ്ട് അതിൻ്റെ അളവും അതിൻ്റെ ഡോസേജും ഒക്കെ നോക്കി നമ്മൾ മരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഗുണം മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും അസുഖം, ഇപ്പം നമ്മൾ നോർമലാണ്, ഓക്കെ, ഇനി ഇൻ കേസ് വല്ല അസുഖങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം, അതിപ്പോൾ ആയുർവേദിക് എന്നല്ല, അലോപ്പതി ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം മാത്രം മരുന്ന് കഴിക്കാൻ നോക്കുക. ഇപ്പം ചിലർക്ക് അറിയാം ആയുർവേദത്തിൽ പഥ്യം ഉണ്ടാവും. ആ പഥ്യം അത് ചിലപ്പോൾ പഥ്യം പറയുന്നത് നിങ്ങളുള്ള ദേഷ്യം കൊണ്ടല്ല, ചിലപ്പോൾ ആ ഡ്രഗിന്
ആ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഇൻ്ററാക്ഷനാണ്, ഫുഡിൻ്റെയും മരുന്നിൻ്റെയും ഇൻ്ററാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഫുഡ് കഴിക്കുക, മരുന്ന് കഴിക്കുക. അപ്പോൾ എന്താ, നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അസുഖത്തിന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയ മാത്രം മനസ്സിൽ കയറ്റിയിട്ട് നിങ്ങൾ ആ ഒരു ചികിത്സാ രീതിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡയറ്റീഷ്യൻ പെർസ്പെക്റ്റീവിലുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞങ്ങൾക്കിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യം കമൻറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റൻസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.